നമ്മള് സിനിമയുടെ റൈറ്ററിലേക്ക് വരുമ്പോ ഇതുകൊണ്ടാണോ ചോദിക്കുന്നത്? എന്തോ മനോജ് ഐജി എന്ന് പറഞ്ഞത് മൊത്തത്തിലൊരു ദുരൂഹതയാണ് ഇതിന്റെ അത്. കാരണം ആദ്യം എന്നെ വിളിക്കുന്നത് ഒരു GST ഓഫീസറാന്നും പറഞ്ഞ ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുക? ഒന്ന് നേരിട്ട് കാണണം എന്തായിരിക്കും വിചാരിക്കുക? കൂടാതെ ഇപ്പോ പ്രതിഫലം വാങ്ങുന്നതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നേരിട്ട് കാണാൻ പോകുമ്പോൾ ഞാനും കൂടെയാണ് പോയത്. അപ്പൊ എന്നെ കണ്ടാലും പോലീസ് ഇനി പല വേഷപ്രച്ഛന്നരായിട്ട് ഇവര് വരുക. നമ്മള് ചെക്കിങ്ങിൽ പല രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇവര് വന്ന് കഥ പറയാൻ വരുന്നു. കഥ പറയാൻ ഞാൻ ആരെ പേരെന്ത് എഴുതിയ ആളുടെ പേര് മനോജ് ഐജി. മൊത്തത്തിലൊരു കണ്ടിട്ടും രണ്ട് പോലീസുകാരും എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഇദ്ദേഹം വൈദ്യുതി കൂടിയാണ്. അപ്പൊ പോലീസ് പിടിച്ചെന്നെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ തടകാനോ ആളുണ്ട്. അപ്പൊ കഥ പറഞ്ഞ് ഫുള്ളായിട്ട് ഇപ്പൊ മനസ്സിലായി ഇവര് യഥാർത്ഥത്തിൽ സിനിമയുമായി ബന്ധമുണ്ട്, സിനിമ എങ്ങനെ എടുക്കണമെന്നുള്ള അറിയാം. പിന്നെ ഹരീഷ് കണാരൻ, അതുപോലെ തന്നെ ധർമ്മജം പൂർവാട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇവരെല്ലാം GST എന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പൂട്ടാനുള്ള പരിപാടിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ GSTയുടെ ആൾക്കാർ തന്നെയാണ്. അല്ല സോറി, സിനിമ